ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സമയം രാവിലെ 4 മണിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ രാവിലെ 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മുന്നേ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നൊരു സംഭവമാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി. ആ ബ്രേക്ക് ഒരു ചെറിയ ബ്രേക്ക് അല്ലായിരുന്നു, അത്യാവശ്യം വലിയ ബ്രേക്കായിരുന്നു. അപ്പോൾ എനിക്കിത് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് കുറേ നാളായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മടിയും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ വളരെ പാടുപെട്ട് ട്രൈ ചെയ്ത് ഞാൻ വീണ്ടും ബാക്ക് ടു ട്രാക്ക് വന്നിരിക്കുവാണ്. അപ്പോൾ രാവിലെ എൻ്റെ കൂടെ ആശമ്മയും ഈ ഒരു ഇതെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു നേർച്ച പോലെ ചെയ്യുവാണ്. അപ്പം എനിക്ക് ഹെൽപ്പിനും കൂടി ആളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടുത്തെ ക്ലീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് റെഡിയായി വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. അന്നത്തെ ദിവസം അർജുൻ ചേട്ടൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഉണർന്നിരിക്കുമായിരുന്നു. അപ്പം ചേട്ടനും ഞങ്ങളുടെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ സാധാരണ മോളും എൻ്റെ ഒപ്പം ഈ വിളക്ക് കത്തിക്കാൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ആൾ ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചുണർത്തി എൻ്റെ കൂടെ നിർത്തിക്കാറില്ല. എഴുന്നേറ്റിരിക്കുമ്പോൾ മാത്രം എൻ്റെ കൂടെ ഞാൻ കുളിപ്പിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. अनुद्देश्य श्रीमान अमेयात्मा महापुरुष महेश्वासो हि भक्ता श्रीनिवास समानुषणशास्ता विश्वात्मा सुराय गुरु गुरुतमो धाम सत्य सत्य समुदा विश्वात्मा सहस्राक्ष सहस्रपाद. വളരെ കൃത്യമായിട്ട് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിനും ഒരു ബ്രേക്ക് ഉണ്ടായിപ്പോയി. കാരണം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വയ്ക്കുന്നതും പിന്നെ ഈ സഹസ്രനാമങ്ങൾ ജപിക്കുന്നതിലൊക്കെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് കേട്ടോ. നമ്മൾ അത്രയും നാളുണ്ടായിരുന്ന ഒരു ഫ്ലോ ആയിരിക്കില്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ബ്രേക്ക് എടുക്കുമ്പോൾ എൻ്റെ ലൈഫിൻ്റെ പോക്ക് എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു വിസിബിൾ റിസൾട്ടാണ്. ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി നല്ലത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ഇത്രയും നേരം ഉണർന്നിരുന്നത് കൊണ്ടുമൊക്കെ ഭയങ്കരമായിട്ട് വിശന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറിയൊരു ബൈക്ക് റൈഡ് പോയി ഫുഡ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ ആശമ്മയ്ക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കരമനയിലുള്ള ഒരു സംതൃപ്തി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അത് രാവിലെ 5:30 തുടങ്ങി മിഡ് നൈറ്റ് 2 AM വരെ വർക്ക് ചെയ്യുന്നൊരു ഹോട്ടലാണ് കേട്ടോ. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും. അർജുൻ ചേട്ടന് നോൺ വെജ് ആണെങ്കിൽ നോൺ വെജും കിട്ടും, നമുക്ക് വെജ് ഫുഡാണെങ്കിലും വെജും കിട്ടും. നല്ലൊരു ഹോട്ടലാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര സ്പൈസി ഫുഡാണ് എന്നുള്ളതാണ് കേട്ടോ. കാരണം എനിക്ക് ഗോൾ ബ്ലാഡറിൻ്റെ സർജറിക്ക് ശേഷം ഒത്തിരി സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റാറേ ഇല്ല. എങ്കിലും അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റിൽ ഞാൻ ഇരുന്നങ്ങ് കഴിച്ചു പോകും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. മോൾ അതുവരെയും എഴുന്നേറ്റില്ല. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മോളെ എടുത്തുകൊണ്ട് വന്ന് കിടന്നുറങ്ങി. എഴുന്നേറ്റ ശേഷം കുറച്ച് ഭാഗങ്ങളൊന്നും എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തൊക്കെ ഞാൻ ഒരുമിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഞങ്ങളൊന്ന് റെഡിയായി കേട്ടോ. മോള് റെഡിയായി, ഞാനും റെഡിയായി, ആശമ്മയും റെഡിയായി. ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിന് പോകാൻ കാരണം ആശമ്മയുടെ ഹൗസ് വാമിംഗ് ആണ്. ആശമ്മ എത്രയോ വർഷമായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥനയും നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ആശമ്മ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കി അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിന് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ആശമ്മയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ആശമ്മ കൊടുക്കുന്ന സാരി, കുറച്ച് ചില ആക്സസറീസും പിന്നെ ആശമ്മയുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ആശമ്മയെ പോത്തീസിലേക്ക്. പോത്തീസിൽ വന്ന് കൊച്ചു ബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ മോളെ കസ്റ്റമറിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, സാരിയൊക്കെ എടുത്തു കൊടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ആദ്യം കണ്ട സാരി. എനിക്ക് ആ ഗ്രീൻ സാരി ആശമ്മ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ചേരുന്നുണ്ടായിരുന്നു ആശമ്മയ്ക്ക്. അതുകൂടാതെ ഒരു ഓറഞ്ച് സാരി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്. അത് മൊത്തത്തിൽ ആളങ്ങ് ബ്രൈറ്റ് ആക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചു. പിന്നീട് ഒരു സാരി ഉണ്ട് കേട്ടോ. ആ സാരി അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അത് തന്നെ ഫിക്സ് ചെയ്തു. അതായത് ഈ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഭയങ്കര റെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ പർച്ചേസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചുകുട്ടൻ്റെ അമ്മയെ കണ്ടു കേട്ടോ. വളരെ സർപ്രൈസിംഗ്ലി
ഞാൻ ബാക്കിൽ കൂടെ ചെന്നിട്ട് വിളിച്ചു ഇങ്ങനെ, അച്ചുക്കുട്ടൻ്റെ അമ്മയല്ലേ? അപ്പോൾ അതേയല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ആൾ സുധാപ്പൂനെ കണ്ടത്. ഭയങ്കര സന്തോഷമായി. കുറേ നാളായിട്ട് മോൾക്ക് ഹെയർ ബാൻഡ്സും കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പാർവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് മോള് ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ പാർവതി. അങ്ങനെ കൊച്ചു ഭയങ്കര ഹാപ്പിയായി. ആൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കുഞ്ഞു കുഞ്ഞു ടോയ്സും ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള കുറേ ഹെയർ ബാൻഡ്സും അങ്ങനെയൊക്കെ പാറു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കൊച്ചു കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ബാഡ് മൂഡ് ആയപ്പോഴാണ് പാറുവിനെ കണ്ടത്. അപ്പം ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടി. ഭയങ്കര ഹാപ്പിയും ഉത്സാഹത്തോടെ ആൾ ബാക്കിയുള്ള ഷോപ്പിങ്ങിന് നിന്നു കേട്ടോ. നമ്മളിങ്ങനെ പോത്തീസിലൊക്കെ പോകുമ്പം നമ്മുടെ വ്ളോഗ്സ് കാണുന്നവരും കൊച്ചുബേബി ഇഷ്ടമുള്ള ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്, ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. എനിക്ക് എല്ലാവരുടെയും വിഷ്വൽസ് ഒന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ഫാമിലിയുടെ വിഷ്വൽ മാത്രം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. എനിക്ക് വളരെ സർപ്രൈസിംഗ്ലി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശമ്മ വരെ അവർ പേരൊക്കെ ഓർത്ത് വെച്ച് ആശമ്മ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വളരെ കീനായിട്ടാണ് എൻ്റെ വ്ളോഗ്സ് കാണുന്നതിൽ അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ തമ്പാനൂർ ആര്യനിവാസ് ഹോട്ടലിലേക്ക് പോയി. ഇതെൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. എനിക്ക് ഇവിടുത്തെ ടൊമാറ്റോ ഊത്തപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലെത്തുന്ന ആ ഓട്ടോയിലെ യാത്രയിൽ കൊച്ചുബി വീണ്ടും ഉറങ്ങിപ്പോയി. ആക്ച്വലി ഇപ്പോൾ ഉറങ്ങണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ട്. അപ്പോൾ ഉറങ്ങാതിരുന്നെങ്കിൽ ആ യാത്ര സമയം ഫുൾ കൊച്ചുബി ഉറങ്ങിയേനെ. അപ്പോൾ കുറച്ച് കാമായിട്ടിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോയിൽ ഈ കാറ്റിങ്ങനെ മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കൊച്ചുബി ഉറങ്ങിപ്പോയി. ആ സമയം കൊണ്ട് ഞാൻ വന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇന്ന് കൊച്ചിയിലോട്ട് പോവാണ്. കാരണം പറഞ്ഞില്ലേ ആശമ്മയുടെ ഹൗസ് വാമിംഗ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ച ശേഷം ഞാനും അർജുൻ ചേട്ടനും കൂടെ നമ്മുടെ ബോയ്സിലെ ഹ്യൂഗോ, എൻസോ, ലൈക്ക, ചിച്ചു ഇവർക്കെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ഇവരെ വിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു വിഷമമാണ് കേട്ടോ. ഇപ്പം നമുക്ക് പോവുകയും വേണമെന്നാൽ ഒരു പകുതി മനസ്സോടെ നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കൊച്ചിയിലോട്ടായതുകൊണ്ട് ഹാപ്പിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഞങ്ങളുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ അവിടെ, അപ്പന്മാരെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഹാപ്പിയെ മാത്രം കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞങ്ങളതെല്ലാം ശേഷം ഇറങ്ങിയപ്പോഴത്തേക്കും കൊച്ചു ബേബി ഉറക്കം എഴുന്നേറ്റു കേട്ടോ. ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരിച്ചത്. ഓൾമോസ്റ്റ് സൺറൈസ് ആയപ്പോഴാണ് നമ്മൾ കൊച്ചി എത്തിയത്. അപ്പം മോള് വന്ന് നമ്മുടെ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊച്ചിയുടെ ഫേവററ്റ് സ്പോട്ടുണ്ട്. അവിടെ കായലിലേക്ക് നോക്കി സൺറൈസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് റെഡിയായി. ആശമ്മ അപ്പോഴത്തേക്കും പോയി കേട്ടോ. ആശമ്മയ്ക്ക് നേരത്തെ അവിടെ ചെല്ലണമായിരുന്നു, ഗണപതി ഹോമം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് റെഡിയായി കൊച്ചുബേബിയും കൊണ്ടുപോയി. കൊച്ചുബേബിക്ക് ഇതേ ഒരു പിങ്ക് ഫ്രോക്ക് വാങ്ങിച്ചു കൊടുത്തത് അനുവാണ് കേട്ടോ. മോളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് അനുവിൻ്റെ ഏർണിങ്സിൽ വാങ്ങിച്ചു കൊടുത്ത ഒരു ഡ്രസ്സാണിത്. അപ്പോൾ മോൾക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കിപ്പിച്ചാണ് ഞങ്ങൾ നേരെ ആശമ്മയുടെ വീട്ടിലേക്ക് പോയത്. ആശമ്മയുടെ വീട് എടപ്പള്ളിയിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ആശമ്മയുടെ ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഒരാൾ ഇങ്ങനെ ഒരു ശബദം പോലെ എടുത്ത് അതിൻ്റെ പുറകെ നടന്ന് പ്രവർത്തിച്ച് വർക്ക് ചെയ്ത് എത്ര ഹാർഡ് വർക്ക് എന്ന് പറയാം. ആശമ്മ ചെയ്തിട്ടില്ലാത്ത ജോലികളില്ല. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ആശമ്മ ഈ ശരിക്കും ഈ ഉറുമ്പും കിളിയൊക്കെ ചെന്ന് കൂടി ഇങ്ങനെ കൂട്ടി വെക്കുന്നത് പോലെ അങ്ങനെ അധ്വാനിച്ചാണ് ആശമ്മ ഈ ഒരു സ്ഥലം ആശമ്മ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു വീടും ഒരു എന്താ പറയുക, താമസിക്കാനായിട്ടൊരു പെർമനൻ്റ് ആയിട്ടൊരു പ്ലേസ്, ഒരു വാടക കൊടുക്കണ്ട, മാറണോ എന്നുള്ള ടെൻഷൻ വേണ്ട, ഇങ്ങനൊരു സ്ഥലം ആശമ്മ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിലൊത്തിരി പേരുടെ ഹെൽപ്പുണ്ട് ആശമ്മയ്ക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ആശമ്മ എത്രയോ കാലം, ഞാൻ ആശമ്മയെ പരിചയപ്പെട്ട് 16ാമത്തെ വർഷമാണിത്. എത്രയോ കാലമായിട്ട് ആശമ്മ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശമ്മയുടെ ഡ്രീമാണ് ആശമ്മയുടെ ആ വീടെന്ന് പറയുന്നത്. ഇതിന് മുന്നേ ആശമ്മയുടെ വീട് ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇരുന്നത്. തൊട്ടാ പൊളിഞ്ഞു വീഴുന്നൊരു സെറ്റപ്പിലാണ് ഇരുന്നത്. അവിടെ നിന്ന് ആശമ്മയുടെ ആഗ്രഹം പോലെ നല്ലൊരു ടൈലിട്ട വീട്, നല്ല തേച്ച് പെയിൻ്റൊക്കെ ചെയ്ത ഒരു വീട്, നല്ലൊരു ഡീസൻറ്റ് വീട്ടിൻ്റെ അകത്ത് തന്നെ ഒരു ടോയ്ലറ്റും 2-3 ബെഡ്റൂമും, ആശമ്മയ്ക്ക് വേണ്ടി ഒരു കുട്ടി കിച്ചനും, അങ്ങനെ എല്ലാം ആശമ്മയ്ക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിൽ. അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ്ങിനൊക്കെ കൂടി. എനിക്കും ആശമ്മയുടെ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള വീടാണ് കേട്ടോ. ഞങ്ങൾക്ക് ആശമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അപ്പവും
നല്ല സ്റ്റൂവും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കൊച്ചുബേബി ആശമ്മയുടെ ആ സമയത്ത് പിണങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. കാരണം നേരത്തെ ആശമ്മ പോയില്ല, ഞങ്ങളുടെ കൂടെ അല്ലല്ലോ വന്നത്. അങ്ങനെ പോയതുകൊണ്ട് ആശമ്മയുടെ കുറച്ച് പിണങ്ങിയിരിക്കുമായിരുന്നു, പോകുന്നില്ലായിരുന്നു ആശമ്മയുടെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആശമ്മയുടെ പിണക്കമൊക്കെ മാറിയത്. അപ്പോൾ ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് പോലെ വന്നതാണ്. ഇവിടെ വന്ന് മെയിനായിട്ട് ആശമ്മയുടെ ഹൗസ് വാമിങ്ങിന് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞില്ല, എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും എനിക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി ഇതൊന്നും വ്ളോഗ് ചെയ്യാനായിട്ടിരുന്നതല്ല, ചെയ്യണമെന്നുണ്ട് ചെയ്യേണ്ടെന്നുണ്ട്. അപ്പം അങ്ങനെ പകുതി മനസ്സിൽ നിന്നുകൊണ്ട് എനിക്ക് വളരെ സാധാരണ വ്ളോഗ്സ് ഷൂട്ട് ചെയ്യുന്ന പോലെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് എന്നാലും വളരെ ഒരു ക്യൂട്ട് വ്ളോഗായിട്ട് തോന്നിയാണ് ഞാൻ വിചാരിച്ചു പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വന്നതിൽ ആശമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ആശമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടനാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ കൊച്ചു ബേബി, അത് കഴിഞ്ഞിട്ടേ എന്നെ ഇഷ്ടമുള്ളൂ ആശമ്മയ്ക്ക്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം അങ്ങനെയൊന്നും അല്ലയെന്ന് പറഞ്ഞാലും 16 വർഷം എന്നെയാണ് കൂടുതൽ അറിയാമെങ്കിലും ആശമ്മയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടം അർജുൻ ചേട്ടനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ആശമ്മയുടെ വീടൊക്കെ കണ്ടതിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ആശമ്മയും കൂടെ ഞങ്ങളിവിടെ തിരിച്ചു വന്നു. ആശമ്മയും കൂടെ ആണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൊച്ചിയിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നു. സോ ഒരു സ്മോൾ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ് സോ മച്ച്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ലോട്ട്സ് ഓഫ് ലവ്, ബൈ.